മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനെയും മുത്തശ്ശിയെയും മാർക്കോയും മഹാലക്ഷ്മിയും അഗസ്ത്യകൂടത്തിലിട്ട് നെട്ടോട്ടം ഓടിക്കുന്നുണ്ട്. ജീവനും കൊണ്ട് അവരെ രാഖി രാമാനം അഗസ്ത്യകൂടത്തിൽ നിന്നും പേടിച്ച് സ്ഥലം വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. നേരെ മന്ത്രവാദിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ആത്മാവ് കാരണം ഞങ്ങൾക്ക് ഒരു സ്വൈരവും സമാധാനവും ഇല്ല എന്നും ജീവനും കയ്യിൽ പിടിച്ചാണ് ഞങ്ങൾ നടക്കുന്നത്. ചികിത്സയ്ക്ക് പോയ ആശുപത്രിയിൽ നിന്നും ഞങ്ങളെ അവൾ പുകച്ചു പുറത്ത് ചാടിച്ചു. എൻ്റെ മോളൊഴിച്ച് എല്ലാവരും അവളെ കണ്ടു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞില്ലേ, ആത്മാവ് ചില്ലറക്കാരിയല്ല. എന്തായാലും തറവാട്ടിൽ ഞാനൊരു മന്ത്രവാദം ചെയ്യാം, അവളെ ഒഴിപ്പിക്കും, കാശ് കുറച്ച് കൂടുതൽ ചിലവാകും എന്നെല്ലാം മന്ത്രവാദി പറയുമ്പോൾ അതൊന്നും സാരമില്ല, എങ്ങനെയെങ്കിലും അവളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും. അതിനുശേഷം കാണിക്കുന്നത് പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് നേരെ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുകയാണ്. അപ്പോൾ അവരെ കാണുന്നതും അച്ഛനും മുത്തശ്ശിയും എന്താ നേരത്തെ വന്നത്, ചികിത്സയൊക്കെ കഴിഞ്ഞോ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ അല്ലെങ്കിലും ഞങ്ങൾ പോരാനിരുന്നതാണ് മോളെ. അതിനിടയ്ക്ക് ഇന്നലെ രാത്രി ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ആ മാർക്കോയുടെ ഭീഷണിയിൽ പേടിച്ച് കഴിയായിരുന്നു ഞാനും അമ്മയും. അതിൻ്റെ കൂടെ ഇന്നലെ രാത്രി അവളെ ഞാനും അമ്മയും നേരിട്ട് കണ്ടു. അവൾക്ക് കൂട്ടായിട്ട് വേറെ ചില ആത്മാക്കൾ കൂടി എത്തിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. അത്രയ്ക്ക് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മോളെ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായത് എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ ആ ഡോക്ടറുടെ ഹോസ്പിറ്റലിന് ചുറ്റും ഞാനും ഇവനും കൂടി പാതിരാത്രി നെട്ടോട്ടം ഓടുകയായിരുന്നു ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ഏതായാലും ആ മന്ത്രവാദിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അയാളിവിടെ എത്തി അവളെ ഒഴിപ്പിക്കാനുള്ള മന്ത്രവാദം ചെയ്തു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവൾ മരിച്ച് 16-ൻ്റെ അന്ന് കർമ്മം ചെയ്യാമെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. മോൾ ഇതൊന്നും കേട്ട് ഭയപ്പെടേണ്ട എന്നും കരുണയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ട് വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ കരുണ. അതിനുശേഷം കണ്ണൻ്റെ അടുത്ത് നിന്നിട്ട് മാർക്കോയും മഹാലക്ഷ്മിയും കൂടി പ്രതാപനും മുത്തശ്ശിയും മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയന്നോടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ വാമൻ കൂടിയേ നമ്മുടെ ലിസ്റ്റിലുള്ളൂ. ആ വാനരനെ കൂടി മഹാലക്ഷ്മി പേടിപ്പിക്കണം. അവരൊരിക്കലും മറക്കാത്ത ഒരു ഓണമായിരിക്കണം ഇത്തവണ നമ്മൾ അവർക്ക് സമ്മാനിക്കേണ്ടത് എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ എന്ത് വേണമെന്ന് മാർക്കോ പറഞ്ഞാൽ മതി, ഞാൻ എന്തിനും തയ്യാറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. ഞങ്ങളെ വേർപിരിച്ച് എൻ്റെ സ്വത്തുക്കൾ എല്ലാം കൈവശപ്പെടുത്താം എന്ന് കരുതിയവർക്ക് എന്ത് തിരിച്ചടി കൊടുത്താലും അത് അധികമാവില്ല. മാർക്കോ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിയൊന്നും ഞങ്ങളുടെ തലയിൽ ഉദിക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ചെറിയൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത്തരം ചിന്തകളൊന്നും എൻ്റെ മനസ്സിലില്ല എന്നും ഞാനും കണ്ണേട്ടനും കൂടി അവരെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും മുഖത്തുണ്ടാകുന്ന വികാരങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അത് കാണാൻ മാർക്കോയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. അപ്പോൾ ഇത് കേൾക്കുന്ന മാർക്കോ അതിനു മുൻപ് അവരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഇത് ഓണക്കാലമല്ലേ, ഓണം ആഘോഷിക്കാൻ മഹാലക്ഷ്മിയും അവരുടെ കൂടെ ഉണ്ടെന്ന് അവരറിയട്ടെ. അത് കണ്ട് അവരങ്ങനെ മനസ്സമാധാനത്തോടെ തിരുവോണസദ്യ ഉണ്ണണ്ട എന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോടായിട്ട്. അങ്ങനെ മാർക്കോ തന്നെ മഹാലക്ഷ്മി ഊഞ്ഞാലാടുന്നതും അതുകൊണ്ട് തന്നെ പൂത്തിരി കത്തിക്കുന്ന ദൃശ്യങ്ങളെല്ലാം വീഡിയോയിൽ പകർത്തിയതിന് ശേഷം അതെല്ലാം പ്രതാപൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന പ്രതാപനാണെങ്കിൽ ശരിക്കും ഷോക്കാവുന്നുണ്ട്. അങ്ങനെ ഫോണിലെ ആ ദൃശ്യങ്ങളെല്ലാം കണ്ട് ഷോക്കായിട്ട് നിൽക്കുന്ന പ്രതാപൻ്റെ അടുത്ത് വന്നിട്ട് എന്താടാ പ്രതാപ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇത് കണ്ടോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിക്കും ആ വീഡിയോ പ്രതാപൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ നമ്മൾ പിന്നാലെ തന്നെ ഉണ്ടല്ലോ അമ്മേ എന്ന് പ്രതാപൻ പറയുമ്പോൾ എന്ത് ചെയ്യും പ്രതാപ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയും വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ മോഹിനി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരുടെയും മുഖത്ത് വല്ലാത്ത ഒരു ഭയം, എൻ്റെ മോളെ കണ്ട് നിങ്ങളും ഭയപ്പെടാൻ തുടങ്ങിയോ? എൻ്റെ മോളെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ ഇല്ല. മോളെ കാണാതായതിന് പിന്നിൽ നിങ്ങൾക്ക് ഒരു പങ്കും ഇല്ല എന്നുള്ള നിങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെ ഉണ്ടെന്നെങ്ങാനും തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയും അവർക്ക് നല്ല പോലെ തന്നെ അവരെ ഭയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് പ്രതാപനാണെങ്കിൽ ആ വീഡിയോ കമലേശ്വരത്തെത്തി ഉണ്ണിയെയും കരുണയെയും ദുർഗയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ അവർ 3 പേരും. നിങ്ങൾ വിഷമിക്കേണ്ട, മന്ത്രവാദി തറവാട്ടിൽ വന്ന് അവളെ ഒഴിപ്പിച്ചു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതും അവൾ മരിച്ചതിൻ്റെ 16-ൻ്റെ അന്ന്. അതുവരെ അവൾക്ക് നമ്മളെ പേടിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ എങ്കിലും സൂക്ഷിക്കണം വെച്ചാൽ അവൾക്ക് നമ്മളോട് അടങ്ങാത്ത പകയുണ്ടായിരിക്കും.
എന്നെല്ലാം കരുണ പറയുമ്പോൾ എനിക്ക് മോളെക്കുറിച്ചാണ് പേടി. എന്ന് വെച്ചാൽ മോളുടെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞുണ്ടല്ലോ എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ പ്രതാപൻ അത് പറഞ്ഞത് ശരിയാണെന്നും അന്ന് അവളെ നേരിൽ കണ്ടതിന് ശേഷം ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ തന്നെ എനിക്ക് പേടിയാണെന്നെല്ലാം ദുർഗയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്നാലും ഈ ആത്മാക്കൾക്ക് ഫോണിൽ തെളിയോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത് എന്നെല്ലാം ഉണ്ണി സംശയത്തോടുകൂടി പറയുമ്പോൾ അവൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നടന്നവളല്ലേ, അതുകൊണ്ട് അവൾക്ക് ശക്തി കൂടുമെന്നാണ് മന്ത്രവാദി പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രതാപൻ അവരോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് മേഘനാണെങ്കിലും ആ മഹാലക്ഷ്മിയുടെ ആ വീഡിയോ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ മേഘനും ആ വീഡിയോ അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ഭയപ്പെടുന്ന മേഘനാണെങ്കിലും മഞ്ജു ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. പാവം പിടിച്ച എൻ്റെ ഏട്ടത്തിയെ കൊന്നതിന് നിങ്ങളത് അനുഭവിക്കണം എന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങളെല്ലാം മഞ്ജു പറയുന്നുണ്ട് മേഘനോടായിട്ട്. പിന്നീട് ഉത്രാട ദിനത്തിൽ മഹാബലിയും അതുപോലെ തന്നെ ഓണസംഘവും ഒക്കെ മേഘൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ അവിടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ മഹാലക്ഷ്മി എന്തി വാമന് കിടിലൻ തന്നെ പണി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാമനും മാർക്കോയുടെ അവസാനത്തെ ലിസ്റ്റിലുള്ള വാമനാണെങ്കിലും മഹാലക്ഷ്മിയുടെ ഉഗ്രരൂപം കണ്ട് ഭയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തിരുവോണ ദിവസം ക്ലൈമാക്സിൻ്റെ ആ സമയത്ത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിയും കൂട്ടി കമലേശ്വരത്ത് തിരികെ എത്തുന്നുണ്ട്. അതുകണ്ട് ദുർഗയും ഉണ്ണിയും കരുണയൊക്കെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. കരുണയ്ക്കാണെങ്കിൽ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. മഹാലക്ഷ്മി മരിച്ചുപോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളൊരു വിശ്വാസം തന്നെയായിരുന്നു. അതിനുള്ള ഒരു ശരിക്കും ഒരു ഷോക്ക് തന്നെ കൊടുത്തുകൊണ്ടാണ് കണ്ണൻ മഹാലക്ഷ്മിയും കൂട്ടി അവിടെ എത്തുന്നത്. തുടർന്ന് മഹിയോട് ചെയ്ത സകല ക്രൂരതകളും കണ്ണൻ അവരുടെ മുന്നിൽ എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് എൻ്റെ തറവാട്ടിൽ നിൽക്കാനായിട്ട് ഒരർഹതയും ഇല്ല. മാത്രമല്ല എൻ്റെ സ്വത്തിൻ്റെ കാലണ പോലും നിങ്ങൾക്കാർക്കും ഞാൻ തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുമാത്രമല്ല എൻ്റെ സ്വത്തിൻ്റെ 60% ഞാൻ മഹാലക്ഷ്മിയുടെ പേരിൽ എൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡോക്യുമെൻസും കണ്ണൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണൻ്റെ ആ തീരുമാനം അവർക്ക് ശരിക്കും ശക്തമായിട്ടുള്ള ഒരു പ്രഹരം തന്നെയാണ്, ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. കാരണം ഇത്രയും നാൾ മഹാലക്ഷ്മി മരിച്ചുപോയി, ഇനി മഹാലക്ഷ്മിയുടെ ശല്യമില്ല, കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്താം എന്നാണ് അവർ ഓരോരുത്തരും മനക്കോട്ട കെട്ടിയിരുന്നത്. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു തിരിച്ചടിയായിട്ടാണ് കണ്ണൻ ഇപ്പോൾ മഹാലക്ഷ്മിയും കൂട്ടി എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല കണ്ണൻ അവരുടെ കള്ളത്തരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. ആ ഒളി ക്യാമറയിലൂടെ എല്ലാ കാര്യങ്ങളും കണ്ണനെ അറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ കണ്ണൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് മഹാലക്ഷ്മി അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇത്രയും നാളും. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് അവർക്ക് ഇതേ സമയം തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ ഈ തീരുമാനം കേട്ടതോടുകൂടി അവർക്ക് എല്ലാവർക്കും അത് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെ ആവുന്നുണ്ട് കേട്ടോ. ഒടുവിൽ വേറെ വഴിയില്ലാതെ ദുർഗയാണെങ്കിൽ ഇനിയും കണ്ണനെ ചൊടിപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ എന്തായാലും കണ്ണനും മഹാലക്ഷ്മി എന്ന് പറയുന്നത് വളരെ നന്മയുള്ളവരാണ്. അപ്പോൾ വേറെ വഴിയില്ലാതെ എല്ലാവരും ഒന്നടങ്കം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി മോനും ഇവൾക്കും എതിരായിട്ട് ഒന്നും ഞങ്ങൾ ചെയ്യില്ല. ഇവളെ കമലേശ്വരത്തെ മരുമകളായിട്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇവളോട് എനിക്ക് ഇനി ഒരു ശത്രുതയില്ല. നിൻ്റെ ഭാര്യയായിട്ട് മഹാറാണിയായിട്ട് ഇവളിവിടെ കഴിയും എന്നുള്ള രീതിയിലെല്ലാം ദുർഗ പറഞ്ഞ് കണ്ണൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്